പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ നമുക്കറിയാൻ യാതൊരു ചാൻസും ഇല്ല. അദ്ദേഹം മാറിയോ, അദ്ദേഹം അസീം മുനീർ അറസ്റ്റിലാണോ, അസീം മുനീർ അമേരിക്കയിൽ പോയോ എന്ന് നമുക്കറിയാൻ ഇപ്പോൾ അറിയാൻ യാതൊരു ചാൻസില്ല. ഞാൻ ഇൻ്റലിജൻസ് ബ്യൂറോ അല്ല, ഞാൻ റോ അല്ല. നമ്മളിവിടെ പത്രം വായിച്ചും ടി വി കണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അല്ലാതെ അറിയാൻ വഴിയില്ല, യാതൊരു ചാൻസും ഇല്ല. അവർ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അസീം മുനീറിനെ അറസ്റ്റ് ചെയ്യുകയോ ചീഫിൻ്റെ പൊസിഷനിൽ നിന്ന് മാറ്റുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിത് പുറത്ത് വിടാൻ യാതൊരു ചാൻസും ഇല്ല. അങ്ങനെ തന്നെ സംഭവിക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും പുറത്ത് വിടില്ല. ഈ കലഹമൊക്കെ തീരുന്നിടം വരെ അവർ ഒരിക്കലും പുറത്ത് വിടില്ല. സോ നമ്മൾ ആണെന്നോ അല്ലെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ്. സർ, ഇന്നലെ കണ്ടത് ഓപ്പറേഷൻ സിന്ദൂർ 2 ആണ്. എന്ത് വേണമെങ്കിലും പറയാം. ആക്ച്വലി സിന്ദൂർ സാധാരണഗതിക്ക് നമ്മുടെ ഓപ്പറേഷൻ പറയുമ്പോൾ ഓരോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഉദ്ദേശം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിക്ക് ആർമിയിൽ ഒരു ഓപ്പറേഷൻ ഇന്നത് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഉദ്ദേശം, എയിം ഉണ്ടായിരിക്കുമല്ലോ. ആ ഓപ്പറേഷൻ ഒരു എയിം ഉണ്ടാവും. ആ എയിം അച്ചീവ് ചെയ്യുന്നിടം വരെ അതേ ഓപ്പറേഷനാണ് വരുന്നത്. ആ ഓപ്പറേഷൻ്റെ പേരിലാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഇപ്പം കാർഗിൽ യുദ്ധത്തിൻ്റെ ഇതുപോലെ ഓപ്പറേഷൻ വിജയ് എന്നായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത് അതിലെ ഓരോ യുദ്ധങ്ങളിലും 2 ആണോ 3 ആണോ എന്ന് പോയിട്ടില്ല. അതെല്ലാം വിജയ് എന്നുള്ള എംബ്രല്ല ടേമിന് അകത്തുള്ളതാണ് ഇതെല്ലാം. അതുപോലെ ഇതും സിന്ദൂർ എന്നുള്ളൊരു മേജർ ഓപ്പറേഷൻ. ഇതിൻ്റെ എയിം എന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. അവർ ഗവൺമെൻറ് അത് പുറത്ത് വിട്ടിട്ടില്ല. എന്താണ് അൾട്ടിമേറ്റ് എയിം എന്നുള്ള കാര്യം പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ അത് തീർന്നു കഴിയുമ്പോഴത്തേന് ഇതൊക്കെ അതിൽ ഇപ്പോൾ ഒരു ഓപ്പറേഷനകത്ത് തന്നെ ചെറിയ ചെറിയ ഫേസസ് ഉണ്ടാകും. ഇത് അച്ചീവ് ചെയ്ത് ഇത് ഇത്രയും സാധിച്ചു കഴിയുമ്പോൾ അടുത്തത് ചെയ്യണം. ഇത് സാധിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് ചെയ്യാനൊക്കെ. അങ്ങനെ പ്ലാനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എത്തണമെങ്കിൽ ആദ്യം നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം, പരുത്തിപ്പാറ അല്ലെ നമുക്ക് അവിടെ റോഡിൽ ചെല്ലണം, സ്വന്തമായിട്ട് വണ്ടിയിൽ ഓടിക്കാണ്, അവിടുന്ന് ലൈറ്റ് ക്രോസ് ചെയ്ത് പോകണം. ഇതൊക്കെ ഓരോ സ്റ്റേജസ് അല്ലേ. അതുപോലെ ഈ ഓപ്പറേഷൻ്റെ ചില സ്റ്റേജസ് ആണിത്. ഒരു സ്റ്റേജിൽ നമ്മൾ ഇത് ഉദ്ദേശിച്ചു. ഇപ്പം നമ്മൾ അതിനെ ഇച്ചിരി ക്രിട്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആ മിസൈൽ കൊണ്ട് ഡിസ്ട്രോയ് ചെയ്തത് കൊണ്ട് എന്താണ് അത്രയും മാത്രം ലിമിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? അവിടം കൊണ്ട് പാകിസ്ഥാൻ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ അവിടെ അങ്ങ് നിർത്താൻ നോക്കുക. ഇല്ല, പാകിസ്ഥാൻ ഇപ്പം നമ്മൾ കണ്ട പോലെ അവർ തിരിച്ചടിച്ചത് സൈനിക ടാർഗറ്റ്സിലേക്കാണ് ശ്രമിച്ചത്. അത് നമ്മൾ നിഷ്ഫലമാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവരാണ് സൈനിക ടാർഗറ്റ്സ് സെലക്ട് ചെയ്തത്. അപ്പം നമ്മൾ സൈനിക ടാർഗറ്റ്സിനെ എൻഗേജ് ചെയ്തു. അപ്പോൾ ഇതൊരു വേറൊരു ഘട്ടം, വേറൊരു പാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ എന്ന് വെച്ചാൽ അത്രയേ പറ്റുള്ളൂ. വേറൊരു ഘട്ടം. ഞങ്ങൾ ആർമി ടേംസിൽ പറയുന്നത് ഒരു ഫേസ് എന്ന് പറയും. ഒരു ഫേസാണ് ഇതൊരു നെക്സ്റ്റ് ഫേസ്. പിന്നെ ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കിയിട്ട് അടുത്ത് ചെയ്യുന്ന അങ്ങനെ ഒരു ഫേസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അൾട്ടിമേറ്റ്ലി നമ്മുടെ എവിടെയെങ്കിലും ഒരു ഷിംല അഗ്രിമെൻറ്റ് പോലെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ആ എൻറ്റയർ ഓപ്പറേഷൻ തീർന്നു എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പല ഘട്ടങ്ങളായിട്ട് വരുന്നതാണ്. ഇപ്പോൾ സിന്ദൂർ 2 ആണെന്ന് ചോദിച്ചാൽ ആയിരിക്കാം, എനിക്കറിഞ്ഞൂടാ. സാർ, ആദ്യം മുതലേ നമ്മൾ ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ വന്നതാണ്. ആണവായുധം പ്രയോഗിക്കുമോ അവർ? പലപ്പോഴും ആണവായുധ ഭീഷണി മുഴക്കിയതാണ് പാകിസ്ഥാന്റെ നേതാക്കൾ. ആണവായുധം ഉണ്ടായപ്പോൾ ആദ്യത്തെ 2 ബോംബിട്ട് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് അമേരിക്കൻ റഷ്യ ആണല്ലോ ലീഡിങ് പവേഴ്സായിട്ട്, അവരാണ് മാക്സിമം ബോംബുകൾ ഉണ്ടാക്കിയത്. അത് കഴിയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെ പ്രയോഗിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആണവായുധങ്ങൾ ആക്ച്വലി പ്രയോഗിക്കാനുള്ളതല്ല, അത് കാണിച്ച് പേടിപ്പിക്കാനുള്ളതാണ്. ആണവായുധങ്ങളുണ്ടെന്നും പ്രയോഗിച്ചാൽ പിന്നെ അതിൻ്റെ എഫക്റ്റ് തീർന്നില്ലേ. ചൈനക്ക് ഒരു സമയത്ത് ആണവായുധങ്ങളില്ലായിരുന്നു. അമേരിക്കക്കാരവരെ പേടിപ്പിക്കുമായിരുന്നു, ഭയപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു. ഞങ്ങളുടെ ആണവായുധമുണ്ട്, ഞങ്ങൾ പ്രയോഗിക്കുമെന്ന്. അപ്പോൾ മാവോ ആ സമയത്തുണ്ടായിരുന്ന ചൈനീസ് നേതാവ് മാവോ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്, വായിച്ചിട്ടുണ്ട് എവിടെയോ. നിങ്ങളൊരു ആണവായുധം പ്രയോഗിക്കും, അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വരും? ഒരു 20,000 പേരെ കൊല്ലും, അല്ലെങ്കിൽ ഒരു 2 ലക്ഷം പേരെ കൊല്ലും. ചൈനയിൽ ഇനി പിന്നെയും ബാക്കിയുണ്ടാവും, അതുകൊണ്ട് ആണവായുധം കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കേണ്ടെന്ന് പറയുമായിരുന്നു. അപ്പോൾ ആണവായുധത്തിൻ്റെ ഉപയോഗം ബേസിക്കലി ത്രെറ്റൻ ചെയ്യാനാണ്, ഭയപ്പെടുത്താനാണ്. ആണവായുധം പ്രയോഗിക്കാം, അതിനുള്ള കഴിവ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എതിർ സൈഡ് അത് കണക്കാക്കി അവരുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാം അതിനാണ് ആണവായുധത്തിൻ്റെ ഉദ്ദേശമേ അതാണ്. പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റിനെസ് തീർന്നു, ഒരിക്കലും ഉപയോഗിക്കാൻ ഒക്കുള്ളൂ. അല്ലേ അവരുള്ളത്രേ ഉപയോഗിച്ചെന്നിരിക്കട്ടെ,
അതുപോലെ തന്നെ മറ്റേ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ കയ്യിലും ആണവായുധം ഉണ്ടെന്നുള്ള സ്ഥിതിക്ക് ഇന്ത്യ പറഞ്ഞേക്കുന്നത് നമ്മൾ ആദ്യം ആണവായുധം ഒരിക്കലും ഒരിടത്തും ഉപയോഗിക്കില്ല. പക്ഷെ ഞങ്ങളുടെ എഗൻസ്റ്റായിട്ട് ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ആണവായുധം പ്രയോഗിച്ചാൽ ഇന്ത്യ ആണവായുധം കൊണ്ട് തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം റിട്ടേൺ ചെയ്യുന്നു, ഞങ്ങൾ ചെയ്തേക്കും. അതാണ് നോ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്ത്യ എങ്ങനെ എവിടെയൊക്കെ പ്രയോഗിക്കും, ഇവർ ഏതൊക്കെ വെപ്പൺ ഉപയോഗിക്കും, എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യം പാകിസ്ഥാൻ അറിയില്ലല്ലോ. കമ്പയർ ചെയ്യുമ്പോഴത്തേനും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എല്ലാ സൈസിലും ഇന്ത്യ വളരെ 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 വലുതാണ്. അപ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു 5 ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ആണവായുധം ഒരു ത്രെറ്റ് എന്നുള്ള നിലയ്ക്ക് അല്ലെ അതിൻ്റെ ഒരു ഭീതി എന്ന നിലയ്ക്ക് യൂസ്ഫുൾ ആണ്. അല്ല അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നില്ല. 2016 മുതൽ നമ്മൾ ഇന്ത്യ വളരെ റെഗുലറായിട്ടും കൺസിസ്റ്റൻ്റായിട്ടും നമ്മൾ പാകിസ്ഥാനോ ലോകത്തിനോ കൊടുക്കുന്ന മെസ്സേജ് എന്താ വെച്ചാൽ നമ്മളുടെ നാട്ടിൽ കയറി നമ്മുടെ നാട്ടുകാരെ ശല്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെ നമ്മുടെ നാട്ടുകാർക്കെതിരെ ദ്രോഹം ചെയ്യുന്നവരെ നമ്മൾ വെറുതെ വിടില്ല എന്നാണ്. ഈ വെറുതെ വിടില്ല എന്ന് വീരവാദം പറയുന്നതിനും നമ്മൾ എഫക്റ്റീവായിട്ട് ചെയ്യുന്നതിനും വ്യത്യാസങ്ങളുണ്ട്. എഫക്റ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെപ്പറ്റി ഈ കയറി വന്ന് ആക്രമിച്ചവരെ അല്ലെങ്കിൽ കയറി വന്ന് ദ്രോഹിച്ചവരെ പറ്റി നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ടാവണം. നമുക്കവരെ ട്രാക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമുക്ക് അവരുടെ റിപ്പോർട്ട്സൊക്കെ അവരെവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നുള്ള അറിയാനുള്ളൊരു സംവിധാനം ഉണ്ടാവണം. അത് ഈയിടെ കുറേ കാലമായിട്ട് നമ്മൾ ഉണ്ടാക്കി വരുന്നുണ്ട്. ആ ഉണ്ടാക്കി വരുന്നതിൻ്റെ കഴിവാണ് നമ്മളിപ്പോൾ ഇവരെ കണ്ടുപിടിച്ച്, അവരുടെ കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച്, അവരുടെ ആൾക്കാർ കേന്ദ്രത്തിലുണ്ട് എന്നുള്ള സമയം കണ്ടുപിടിച്ച് ആ സമയത്ത് നമ്മൾ അതിനെ ടാർഗറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഭീകരവാദി ഗ്രൂപ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ സ്ഥലം കൊടുക്കില്ല. ഒളിച്ചിരിക്കാൻ എവിടെ പോയി ഒളിച്ചിരുന്നാലും ഞങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിച്ചാൽ നിങ്ങൾ പിന്നെ ഇല്ല, നിങ്ങളെ നശിപ്പിക്കും എന്നുള്ളൊരു മെസ്സേജാണ് നമ്മൾ പാകിസ്ഥാന് മാത്രമല്ല ലോകത്തിനും കൊടുക്കുന്നത്. സർ, അതിർത്തി പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. എന്തൊക്കെയായിരിക്കും ഈ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ സൈന്യം മേഖലയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ? ഇന്ത്യൻ സൈന്യം പെർസെ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം ഇത് ഒരു 70-70 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നൊരു സിസ്റ്റമാണ്. നമ്മൾ ഈ നിയന്ത്രണ രേഖയും അതിർത്തി രേഖയും മാനേജ് ചെയ്യുന്നത് ഒരു 10-78 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. 48 മുതലേ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ അതിർത്തി മേഖലകൾ വരുത്തുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ അതിർത്തി മേഖലകൾക്ക് അപ്പുറത്ത് പാകിസ്ഥാനകത്ത് ഇൻ്റലിജൻസ് കളക്ഷനും അതിനെപ്പറ്റിയുള്ള വിവരങ്ങളും നമ്മൾ ഇനിയും ഊർജിതപ്പെടുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇനിയുള്ള കാലങ്ങളിലും ഇതുപോലൊരു തിരിച്ചടി വേണ്ടി വരും. എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻ്റലിജൻസ്, അതിൻ്റെ ഇൻഫർമേഷൻ, അതിനുള്ള ഇൻപുട്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും റെഡി ആയിട്ടിരിക്കും. അതിനായിട്ട് നമ്മൾ ശ്രമിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.